ഗായ്സ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗമുണ്ടല്ലോ, ഇതൊക്കെ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ബോർഡറുമായിട്ട് ബന്ധമുള്ള ഭാഗമാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ട VI റോം എന്ന് പറഞ്ഞത് ആ മെസ്സേജ് വന്ന അതിനിടയ്ക്ക് വേണ്ട, വെൽക്കം ടു VI തമിഴ്നാട്, കണ്ടിന്യൂ എൻജോയിങ് യുവർ കാൾ ഡേറ്റ ബെനിഫിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. നോ എക്സ്ട്രാ കോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു ഗൈസ്. തമിഴ്നാടിൻ്റെ സൈറ്റിലാണ് കേട്ടോ ഇപ്പം നമ്മളുള്ളത്. ഇറങ്ങി വിട്ടോ തമിഴ്നാട്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സജിത് കോട്ടൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ 1K ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ 1K ഫാമിലി ആയതിനു ശേഷം നമ്മളൊരു അടിപൊളി വീഡിയോസ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കാരിക്കെട്ടി വ്യൂ പോയിൻ്റാണ്. അപ്പം കാരിക്കെട്ടി വ്യൂ പോയിൻറ്റിൽ നമ്മൾ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അധികം കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് കിടന്നൊരു സമയത്താണ് കേട്ടോ നമ്മൾ കാരിക്കെട്ടി വ്യൂ പോയിൻറ്റിൽ വരെയും ഇവിടുത്തെ ഒരു വീഡിയോസ് നമ്മൾ എടുക്കുകയും. അപ്പോൾ അന്ന് നമ്മുടെ കയ്യിൽ ഗോപ്രോയും ഇല്ലായിരുന്നു, സാധാ നമ്മുടെ ഫോണിലാണ് എടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഗോപ്രോയിലെ നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്തു തരാനായിട്ട് പോവുകയാണ് ഗൈസ്. അതുപോലെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോവുകയാണ്. അടിപൊളി ക്ലാരിറ്റിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ഗോപ്രോയിലെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പം എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ കാരിക്കെട്ടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് കാരിക്കെട്ടി വ്യൂ പോയിൻറ്റിൽ എത്താനായിട്ട്. അപ്പോൾ ഗൈസ്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി നിങ്ങളുടെ മുമ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് കാരിക്കെട്ടി വ്യൂ പോയിൻറ്റിലെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി സ്പോട്ടാണ്. ഇവിടെ വെള്ളമൊക്കെ കിട്ടും നമുക്ക് കുടിക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതാ ഈ ഒരു സൈഡിലൂടെയാണ് കേട്ടോ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നത്. ഇതാ നമ്മുടെ ഉണ്ണിക്കുട്ടൻ ആ സൈഡിൽ ഇങ്ങനെ നടക്കുകയാണ്, ഞാനും ഇതാ ഇപ്പുറത്തെ സൈഡിലൂടെ നടക്കുകയാണ്. നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അടിപൊളി ക്ലാരിറ്റിയിലായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ ആ സൈഡിലേ നടന്നു വരികയാണ്, ഞാനിതാ എൻ്റെ ഇപ്പുറത്തെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലോട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരിക്കെട്ട് വ്യൂ പോയിൻറ്റ് പോകുന്ന ഭാഗത്ത് നമ്മൾ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് കണ്ട് ഇതെല്ലാം പോത്താണ് കേട്ടോ, കാട്ടുപോത്ത്. അതായത് തണുപ്പിനൊക്കെ വേണ്ടിയിട്ട് വെള്ളമുള്ള സ്ഥലത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നതാണ് ആ ഒരു ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഗൈസ് കണ്ടോ, നമ്മുടെ അഗസ്ത്യാർകൂട് ആ ഭാഗമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ഈ സൈഡിൽ കൂടെ നമുക്ക് എന്തായാലും കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഉണ്ണിക്കുട്ടാ, എങ്ങനെ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ താഴെ നിന്ന് കയറി വന്നതാണ്. ഇവിടെ ചെറിയൊരു തണലൊക്കെ ഉണ്ട് കേട്ടോ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു നടുക്ക് ഭാഗം. ഇവിടെ ഫോറസ്റ്റുകാരൻ്റെ ഷെഡും കാര്യങ്ങളൊക്കെ ഇരുന്നത് ഇവിടെയാണ്. ഇവിടെ ഫയർ വാച്ചർ അവരൊക്കെ ഇങ്ങനെ ഇരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമുക്കിതാ അങ്ങാണ് കേട്ടോ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ടോപ്പ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, എന്തായാലും നമ്മളിനി ശകലം ഇനി ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ കാരിക്കെട്ടിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ പോകാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലുള്ള ഒരു ക്ഷേത്രമാണ്, നമ്മുടെ വനത്തിന് പൂജിക്കുന്ന ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. വനപൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലൊരു ക്ഷേത്രമാണ്. ഇവിടെ കണ്ട ഒരുപാട് കല്ലൊക്കെ ഇങ്ങനെ എടുത്ത് വച്ചിട്ടുണ്ട്. ഈ കാണുന്ന കല്ലുകളൊക്കെ കണ്ട, ഇതെല്ലാം ഇവിടുത്തെ ഓരോ പ്രതിഷ്ഠകളാണ്. ഈ കാണുന്ന കണ്ട ഈ കല്ലുകളെല്ലാം തന്നെ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകളാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ സജിത് കോട്ടൂർ ബ്ലോഗ് പ്രാർത്ഥിച്ചതാ വരുന്നു ഗൈസ്. നമ്മളങ്ങനെ ചെറുതായിട്ട് ഇരുന്നിട്ട് നമ്മളിതാ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിലോട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോഗ്രാഫറായ ഉണ്ണി, നമ്മുടെ പല വീഡിയോസ് എടുത്തിരുന്ന ഉണ്ണിയാണ്. ഉണ്ണി ഇങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ട് നമ്മളോടൊപ്പം. ഇന്ന് ഇടയ്ക്ക് ഉണ്ണി നമുക്ക് വീഡിയോ എടുത്ത് തരും, പിന്നെ ഞാനും ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാരിക്കെട്ട് വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കം എത്തിയിരിക്കുകയാണ് ഗൈസ്. താഴത്തെ ഒരു ചെറിയ തുടക്കം, യഥാർത്ഥ വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ
ഉണ്ണി നിൽക്കുന്ന ഈ ഭാഗം കഴിഞ്ഞ് അപ്പുറത്തോട്ട് വേണം കേട്ടോ നമ്മളെ വ്യൂ പോയിൻറ്റിൻ്റെ തുടക്കം. ഇനി അങ്ങനെ ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൻ്റെ ഈ സൈഡ് ഭാഗത്തെല്ലാം ഇത് കണ്ട പേഴ് എന്ന് പറഞ്ഞൊരു മരമാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ പേഴ് എന്ന് പറഞ്ഞ മരമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ തണുപ്പത്ത് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. ഉണ്ണിക്കുട്ടൻ എന്താണ്ട ഇവിടെ ഉണ്ണി കൊള്ളാം. അവിടെ നീ വന്നിരുന്ന സ്ഥലം എങ്ങനെയുണ്ട്? തണുപ്പുണ്ട് നല്ല അടിപൊളിയല്ലേ ഇവിടെ? ഗൈസ് നോക്കൂ, ഇത് കണ്ട കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്തുള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകും തോറും കൂടുതൽ വ്യൂസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തി ഗൈസ്. ഇതൊക്കെ നമ്മുടെ നെയ്യാർ ഡാം ആ ഭാഗമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ കാണുന്നത് ഗൈസ്. അങ്ങനെ ഇത്രയും നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് ഗൈസ്. പിന്നെ ഉണ്ണിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റ് തുടക്കത്തിൽ നമ്മളങ്ങനെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ താണ്ട അവിടെ ഇരിക്കുവാണ്. പേഴെന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ മൂട്ടിൽ അവ ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് ഈ ഭാഗത്തായിട്ട്. അപ്പം നമ്മളിനിയിപ്പോൾ ഇവിടെ ശകലം ഇരിക്കണം. എന്തായാലും രാവിലെ ഇറങ്ങി വരണമെന്ന് വിചാരിച്ചാണ് ഗൈസ്. അപ്പം പറ്റിയില്ല, ഉച്ചയായി. അപ്പം അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ നമ്മൾ വെയിലൊക്കെ ഇങ്ങനെ ഒതുങ്ങി പതിയെ ഇങ്ങനെ നമ്മൾ കാരിക്കട്ടി വ്യൂ പോയിൻറ്റ് എക്സ്പ്ലോർ ചെയ്യും ഗൈസ്. ഉണ്ണിക്കുട്ടൻ അങ്ങ് താഴെ നിൽക്കുവാണ്. നമ്മളിതാ ഇങ്ങ് മുകളിലാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉള്ള സമയങ്ങളിൽ കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൽ നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം നമ്മളിങ്ങനെ കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൽ വന്നു. കാരിക്കട്ടി വ്യൂ പോയിൻറ്റിൽ വന്നിട്ട് നമുക്ക് ആ ഒരു വീഡിയോ നല്ല രീതിക്കൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ കയ്യിൽ ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കാലാവസ്ഥയും വളരെ മോശമായിരുന്നു, നല്ല വേനലായിരുന്നു. അപ്പം അതൊക്കെ മാറി നല്ലൊരു അടിപൊളി ഒരു കാലാവസ്ഥയിലാണ് കേട്ടോ നമ്മളിപ്പം കാരിക്കട്ടി വ്യൂ പോയിൻറ്റിലോട്ട് വരുന്നത്. അപ്പം ഇപ്പം മഴയൊക്കെയുള്ള സമയമാണ്. എന്നിരുന്നാൽ പോലും ഇപ്പം നമ്മുടെ നാട്ടിലൊന്നും മഴയൊന്നുമില്ല, ഫുള്ളും വേനലാണല്ലോ ഇപ്പം നമ്മുടെ കേരളത്തിലൊട്ടാകെ. അങ്ങനെ വേനലൊക്കെ ആയത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് ഇനി വേനൽ കൂടുതലാണെങ്കിൽ പിന്നെ ഈ ഒരു കാലാവസ്ഥയിലും നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോസുമായിട്ട് പിന്നെയും നമ്മൾ വന്നത്. ആ ഒരു ഭാഗം ഉണ്ടല്ലോ അങ്ങോട്ട് നമ്മുടെ പേപ്പാറ ഡാമാണ് ആ ഒരു ഭാഗം ഉള്ളത്. പിന്നെ ഗൈസ് നമ്മളിതാ കാരിക്കട്ടി വ്യൂ പോയിൻറ്റിലോട്ട് ഇങ്ങനെ കയറുമ്പോൾ അടിപൊളി കുറേ കല്ലൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. ഇവിടെ കണ്ട ആരെങ്ങനെ കല്ലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന് വ്യൂ പോയിൻറ്റിലെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നല്ല പേഴെന്ന് പറഞ്ഞ മരം അതൊക്കെ നിൽപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ തണലിൽ ഇതാണ് കേട്ടോ മരം. അപ്പോൾ അതിൻ്റെയൊക്കെ തണലിൽ നമുക്ക് വന്ന് ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഗായ്സ് ആ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങോട്ട് നമ്മുടെ എറുമ്പിയാട് എന്ന് പറഞ്ഞ സെറ്റിൽമെൻറ്റിലെ വീടുകളൊക്കെ അങ്ങോട്ട് കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ താഴെ വെള്ള ആയിട്ട് കാണുന്ന അത് നമ്മുടെ പ്ലാത്ത് എന്ന് പറഞ്ഞൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ ഒരു വീടാണ് ഗൈസ് ആ താഴെ കാണുന്നത്. പിന്നെ ഇങ്ങോട്ട് മുകളിൽ കാണുന്നത് കതിർമുടിയാണ് ഗൈസ്. അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇതൊക്കെ കാണാനായിട്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ജെണ്ടയൊക്കെ ഇരിക്കുന്നുണ്ട്. ഉണ്ണി ഇതുവരെ വന്നപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടാറേ സ്ഥലം കാരിക്കട്ടി? ചൂട് ഗൈസ്, ഒരു രക്ഷയില്ല ഗായ്സ്. കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൽ ചൂടുമുണ്ട്, അതുപോലെ നല്ല തണുപ്പുമുണ്ട്. അടിപൊളിയാണ് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഈ ഒരു വ്യൂ പോയിൻറ്റിലോട്ട്. ഗൈസ് അങ്ങോട്ട് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ കാണുന്നുണ്ട്. അതിന് ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഗൈസ് അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മുടെ അഗസ്ത്യാർ കൂടമൊക്കെ ആ ഒരു ഭാഗത്താണ് കേട്ടോ കാണുന്നത്. ഇതെങ്ങോട്ട് കണ്ടോ ഈ ഒരു ഭാഗത്തെല്ലാം നല്ല അടിപൊളിയായിട്ട് കല്ലുകളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഓരോ ഇങ്ങനെ പ്രതിഷ്ഠ പോലെ ഇങ്ങനെ ഒരുപാട് കല്ലൊക്കെ ഇങ്ങനെ ഈ ഒരു ഭാഗത്തെല്ലാം ഇങ്ങനെ പിടിച്ചു കൂട്ടി വച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കോവിലോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ എന്ന് അറിയത്തില്ല, വിളക്കോ എന്തെങ്കിലും കത്തിക്കുന്ന ഏരിയ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്കെന്തായാലും സൈഡിൽ കൂടെ തന്നെ നമുക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് എത്തണം ഗൈസ്. ഉണ്ണിക്കുട്ടൻ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അതാണ് പെട്ടുകല്ല് കേട്ടോ, അങ്ങ് മുന്നിൽ കാണുന്ന ഒരു പെട്ടുകല്ല് വ്യൂ പോയിൻ്റ് ഗൈസ്, അടിപൊളി. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഒരു അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വ്യൂ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കല്ലുവാഴ ഇരിക്കുന്നുണ്ട്, അടിപൊളിയാണ് ഗൈസ്. ഈ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ആ ഭാഗം കാണാനെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഇനി നമ്മുടെ മുന്നോട്ട് നടക്കുകയാണ്. അപ്പം കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകളെന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല രീതിക്കും ഏറ്റവും മനോഹരമായിട്ട് നമ്മളെ ഓഡിയൻസിൻ്റെ മുമ്പിൽ എത്തിക്കണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അടിപൊളിയായിട്ട് ഇതാണ് ഇവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം നല്ല പച്ചപ്പ് പിടിച്ച് കിടക്കുന്ന ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഗൈസ്. അടിപൊളിയാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥ. നമ്മൾ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരെയാണ്. നമ്മൾ
നമ്മളെ ഉണ്ണിക്കുട്ടൻ എന്താ പുറകിലുണ്ട്, നമ്മളിതാ മുന്നോട്ടിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതാ ഗൈസ് ഇതാണ്ട ഈ ഒരു ഭാഗമെല്ലാം കണ്ടോ നല്ല കുറ്റി പുല്ലാണ് കേട്ടോ. ഇപ്പോഴും ഏകദേശം കിളിർത്ത് വരുന്ന കൊച്ചു പുല്ലുകളാണ് ഈ ഒരു ഭാഗത്തെല്ലാം ഉള്ളത്. അതാണ്ട് പിന്നെ കാറ്റ് ഏറ്റവും കൂടുതൽ അടിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ശക്തി കൂടിയത് കൊണ്ടും പിന്നെ കാറ്റ് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രദേശം കൂടെ ആയതിനാൽ ഈ ഒരു ഭാഗത്തൊക്കെയുള്ള മരങ്ങൾക്കെല്ലാം ഹിൽ ടോപ്പ് ആയതുകൊണ്ട് മരങ്ങൾക്കെല്ലാം വളരെ പൊക്കം കുറവാണ്. വളരെ അധികം പൊക്കമൊന്നുമില്ല മരങ്ങൾക്ക്, ചെറിയ പൊക്കം മാത്രമേ ഉള്ളൂ. ഏകദേശം നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മരങ്ങളിലൊക്കെ കയറി ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ കാരിക്കട്ട് വ്യൂ പോയിൻ്റ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5-2 ഏക്കർ അത്രയ്ക്കകത്ത് വരത്തുള്ളൂ കാരിക്കട്ട് വ്യൂ പോയിൻ്റ്. പക്ഷേ ഉള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സ്പോട്ടാണ്. കാരിക്കട്ട് വ്യൂ പോയിൻ്റ് കണ്ട് നമ്മളിങ്ങനെ നടന്ന് ഉണ്ണിക്കുട്ടനെ മുമ്പിലാക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടൻ എന്താ ബാഗൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. നമ്മളെ കാരിക്കട്ട് വ്യൂ പോയിന്റിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന നെയ്യാർ റിസർവോയറിൻ്റെ ഏരിയ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. ആ ഒരു ഭാഗത്തുണ്ട്, അവിടെ വെള്ളം കാണുന്ന അതൊരു വീടൊക്കെയാണ്. നെയ്യാർ റിസർവോയറൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നല്ലതുപോലെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുന്നെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കതിർമുടിയാണ്. കതിർമുടി പെട്ടുകല്ലെന്ന് പറയുന്ന ആ ഒരു ഹിൽ ടോപ്പാണ് കേട്ടോ ആ കാണുന്നത്. പിന്നെ ഇങ്ങോട്ടൊക്കെ ഒരുപാട് മലകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മലകളുടെ പേരും കാര്യങ്ങളൊന്നും ശരിക്കും അറിയത്തില്ല. അറിയാമെന്നുള്ള മലകളുടെ പേരും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. നമുക്കിതാ ഈ ഒരു മരത്തിൻ്റെയൊക്കെ തണലത്ത് നമുക്ക് അടിപൊളിയായിട്ട് വന്നിരിക്കാൻ പറ്റും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാണ്ട് ഇതിൻ്റെ മൂട് ഈ ഭാഗത്തൊക്കെ നല്ല തണുപ്പാണ്. ഇവിടെയൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഉണ്ണി അവിടെ ഒന്ന് ഇരുന്നാണ്ടേ എങ്ങനെ നോക്കട്ടെ. കാറ്റൊക്കെ ഉണ്ടല്ലേ, രക്ഷയില്ലാത്ത കാറ്റ് ഗൈസ്. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ കാണാനായിട്ട് പറ്റുന്നത് പേഴ് എന്ന് പറയുന്ന ഒരു മരമുണ്ട് കേട്ടോ. പേഴെന്നാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയണത്. പേഴെന്ന് പറഞ്ഞ മരമാണ് ഈ ഒരു വ്യൂ പോയിന്റിൽ ഏറ്റവും അധികമായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ കൂടെ ഉണ്ട് കാരിക്കട്ട് വ്യൂ പോയിന്റിൻ്റെ എൻഡിങ്ങിലോട്ട്. അപ്പം നമ്മളെന്തായാലും ആ ഒരു ഭാഗം വരെ നമ്മൾ പോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ കണ്ട് ഒരുപാട് ദൂരം ഇങ്ങ് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 200-300 മീറ്ററോളം നമ്മൾ കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഗൈസ് ഈ ഒരു ഭാഗത്തൊക്കെ കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൽ ഉള്ളത് കൂടുതൽ നമ്മുടെ പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കേട്ടോ. ഈ കാണുന്നത് ഇത് കണ്ട, ഇത് പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കേട്ടോ ഈ കാരിക്കട്ട് വ്യൂ പോയിൻറ്റിലൊക്കെ ഉള്ളത്. ആ ഒരു സാധനമാണ് ഗൈസ് കാരിക്കട്ട് വ്യൂ പോയിൻറ്റിലേക്ക് കിടക്കുന്നതെല്ലാം പുൽത്തൈലത്തിൻ്റെ പുല്ലാണ് കേട്ടോ. അപ്പോൾ ഇതെടുത്തിട്ട് പുൽത്തൈലം ഇതിൽ നിന്നാണ് കേട്ടോ പുൽത്തൈലൊക്കെ വാറ്റിയെടുക്കുന്നത്. അപ്പോൾ അതായത് പുന്നെ എന്ന് പറഞ്ഞ മരം, അതുപോലെ ഇത് പേഴെന്ന് പറഞ്ഞ മരം, ഇതൊക്കെ അത്യാവശ്യം തണുപ്പ് കിട്ടുന്ന മരങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 100 മീറ്ററോളം നമുക്ക് കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ മുമ്പിലേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അത്രയും ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ കണ്ടത് നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഏറ്റവും അധികം കാണാൻ പറ്റുന്ന ഒരു പ്രദേശത്തുകൂടെയാണ്, കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന ഭാഗത്തോട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളൊന്നും അധികം നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയിപ്പം നമുക്ക് എന്തായാലും നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗത്തുള്ള വ്യൂസും കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് ചിലപ്പോൾ എത്തിച്ച് തരാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് മാക്സിമം നമുക്ക് ആ ഒരു വ്യൂ എത്തിക്കാം. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന ഭാഗമാണ് അഗസ്ത്യർകൂടത്തിൻ്റെ ഭാഗം. അപ്പോൾ ആ ഒരു ഭാഗവും നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സമയത്ത് കിടക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇനിയിപ്പം ഈ ഒരു ഭാഗം കണ്ട നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ ഇവിടെ നിന്ന് ശകലം മുമ്പിൽ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ശകലം കൂടെ നെയ്യാർ ഡാമിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും കാരിക്കട്ട് വ്യൂ പോയിന്റിൽ നിന്നിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ അഗസ്ത്യാർകൂടം, പിന്നെ നമ്മുടെ കള്ളക്കാട് മുണ്ടന്തുറ ടൈഗർ റിസർവ്, അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇനി ഒരു വ്യൂ പോയിന്റിൽ നിന്നിട്ട് കാണാനായിട്ട് പറ്റത്തുള്ളൂ ഗൈസ്. ഈ ഒരു പാറ കണ്ട ഇങ്ങ് താഴെ അങ്ങോട്ട് കൊക്കയാണ് കേട്ടോ. അതാണ്ട അങ്ങോട്ടൊക്കെ കണ്ട, അങ്ങോട്ട് ആ ഭാഗം എല്ലാം വൻ കൊക്കയാണ്. ഈ പാറയുടെ ഏകദേശം അതുവരെയൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റും. അത് ഞങ്ങൾ താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറി വരാനൊന്നും പറ്റത്തില്ല ഗൈസ്. അത്രയ്ക്കുള്ളൊരു കൊക്കയാണ് ആ ഭാഗത്തെല്ലാം. പിന്നെ അതാ നെയ്യാർ ഡാമിൻ്റെ റിസർവോയർ തന്നെ ഇങ്ങനെ ഏകദേശം ഒരുപാട് വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നുണ്ട് ഇപ്പോൾ നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിലെല്ലാം. ഇവിടെ വന്നപ്പോൾ ഉണ്ണിക്കുട്ടന് ഇവിടുത്തെ കൊക്ക കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ കൊക്കയിലോട്ട് നമ്മൾ ഇറങ്ങി പോകുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഉണ്ണിക്കുട്ടന് ഞാൻ പറഞ്ഞതിലേ കൂടെ താഴെ കൊക്കേൻ്റെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം ഉണ്ണിക്കുട്ടന് വിശ്വാസമില്ല. അങ്ങനെയാണെങ്കിൽ ഉണ്ണി നീ പോയി കണ്ടിട്ട് വാടാ, അപ്പോഴേ അറിയാം ഇവിടെ എന്തുമാത്രം കൊക്കയുണ്ടെന്ന്. മുതുക്ക് കൊക്കയുണ്ടോ താഴെ, കാറ്റടിക്കുകയാണ്, സൂക്ഷിച്ച്, അറിയാമല്ലോ. ഈ ഭാഗം നമ്മൾ ഒരു
നമുക്ക് ടോപ്പിലൂടെ മാത്രമേ ആര് വന്നാലും പോകാവുള്ളൂ. നമുക്ക് അടിയിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര കൊക്കയാണ് കേട്ടോ. ഈ ഒരു പാറയ്ക്ക് അടിയിലെല്ലാം വൻ കൊക്കയാണ്. കണ്ടോ ഗൈസ്, എന്ത് ഹൈറ്റ് അടിയിൽ നിന്ന് കണ്ടോ, താഴ്ച ആഴം ഭയങ്കര കൊക്ക. പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് നിന്നില്ലെങ്കിൽ സംഭവം നമ്മൾ അടിയിൽ പോകും ഗൈസ്. ഞാൻ കാണിച്ചു തരാം. അത്രയ്ക്കും വലിയ കൊക്കയാണ് കണ്ടോ, വൻ കൊക്കയാണ് അടിയിലുണ്ട്, വൻ കൊക്കയാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതൊക്കെ തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ബോർഡറുമായിട്ട് ബന്ധമുള്ള ഭാഗമാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ട VI റോം എന്ന് പറഞ്ഞത് ആ മെസ്സേജ് വന്ന അതിനിടയ്ക്ക് വേണ്ട, വെൽക്കം ടു VI തമിഴ്നാട്, കണ്ടിന്യൂ എൻജോയിങ് യുവർ കാൾ ഡേറ്റ ബെനിഫിറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. നോ എക്സ്ട്രാ കോസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു ഗൈസ്. തമിഴ്നാടിൻ്റെ സൈറ്റിലാണ് കേട്ടോ ഇപ്പോൾ നമ്മളുള്ളത്. ഡേ ഇറങ്ങി വിട്ടോ തമിഴ്നാട്. നമ്മളങ്ങനെ ഇപ്പം കാരിക്കട്ട് വ്യൂ പോയിന്റിൻ്റെ നമ്മൾ കുറച്ച് താഴെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ കൊക്കയെന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗത്താണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. ഉണ്ണിക്കുട്ടൻ ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ലെന്നാണ് പറയണത് ഗൈസ്. എന്തായാലും നമ്മളിതായി ഒരു ഭാഗത്ത് എന്തായാലും കുറച്ച് സമയം കൂടെയൊക്കെ ഇരിക്കണം, ഇരുന്നിട്ടേ പോവുള്ളൂ. ഫ്രണ്ടിലോട്ട് കണ്ട ഗൈസ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഈ പാറയ്ക്ക് അടിയിൽ കൊക്കയാണ് മൊത്തം. കൊക്കയിലൊക്കെ പോയിട്ട് തിരിച്ച് കയറി വന്ന് ഇനി നമ്മൾ നേരെ ഇനിയിപ്പം വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഈ ഭാഗമൊക്കെ ഗൈസ് അടിപൊളിയാണ്, അടിപൊളി സ്പോട്ട് ഗൈസ് ഇവിടെ ഇത്രയും. ഇനി ഇങ്ങോട്ട് നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാനൊന്നും പറ്റൂല കേട്ടോ ഈ ഒരു ഭാഗം. പിന്നെ നമുക്ക് ഉണ്ണിക്കുട്ടനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഏകദേശം ഒരു നടുക്ക് ഭാഗത്തൂടെ ഇനിയിപ്പം നമുക്ക് നടന്ന് നമുക്ക് അങ്ങോട്ടുള്ള വ്യൂസൊക്കെ കാണിച്ചു തരാം ഗൈസ്. അടിപൊളിയാണ് ആ ഒരു ഭാഗം. നമുക്ക് നെയ്യാർ ഡാമിൻ്റെ ഭാഗങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് അഗസ്ത്യാർകൂടവും അഗസ്ത്യമലയുടെ ഭാഗമൊക്കെയും അടിപൊളിയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഭാഗങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരണം. അപ്പോൾ അതും വലിയൊരു ടാസ്ക്കാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഹിൽ ടോപ്പിലെ പുല്ലും കാര്യങ്ങളൊക്കെ തീരെയാണ് കേട്ടോ. ഇനിയിപ്പോൾ വലിയ പുല്ലുകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. ഏരിയകളെല്ലാം വലിയ വലിയ പുല്ലുകളാണ് വരുന്നത്. അപ്പം അങ്ങനെ ഉള്ളൊരു സ്ഥലത്തൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ പോണത് ഗൈസ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സ്പോട്ട് ഗൈസ്, അടിപൊളി. നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങളിലുള്ള പോലുള്ള വ്യൂവും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം അപ്പുറത്ത് വരെ നമുക്ക് പോയി കണ്ടിട്ട് നമുക്ക് പതിയെ താഴേക്ക് ഇറങ്ങി നമുക്ക് നമ്മൾ ആദ്യം പോയിട്ടുള്ള ആ കോവിലിൻ്റെ അവിടെ തന്നെ നമുക്ക് എത്തണം. അപ്പം അങ്ങോട്ട് പോകുന്നതിനിടയ്ക്കുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല. നമ്മൾ അങ്ങനെ കാരിക്കട്ട് വ്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് കുറ്റിപ്പുല്ല്, ചെറിയ പുല്ല്, കൈ കിടക്കുന്ന പുല്ല് തീരെയാണ്. ഇനി അങ്ങോട്ടെല്ലാം വലിയ പുല്ലാണ് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ പോത്ത് വന്ന് കഴിക്കുന്നുണ്ട് ഈ പുല്ലെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ പെട്ടെന്ന് താന്നിരിക്കുകയാണ് ഗൈസ്. ഇനി അങ്ങോട്ടെല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. അടിപൊളിയാണ് ഈ ഭാഗമെല്ലാം. ഇനിയില്ല കേട്ടോ, ഇനി മൊത്തത്തിൽ ഇവിടെ തീരെയാണ്. നമ്മളങ്ങനെ തിരിച്ചിങ്ങനെ നടന്ന് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ആ ഭാഗത്ത് കണ്ടതുപോലെയുള്ള അത്രയ്ക്ക് കാണാനൊന്നും ഭംഗിയൊന്നുമില്ല ഈ ഒരു ഭാഗം. എന്നിരുന്നാൽ തന്നെ അത്യാവശ്യം ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം എല്ലാം കാണാനായിട്ട്. പിന്നെയെന്ന് പറയുമ്പോൾ എല്ലാം നല്ല പച്ച പുല്ലാണ്. അപ്പം നമ്മൾ അവിടെയൊക്കെ ചെന്നിരുന്നത് അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളും പിന്നെ അമ്പൂരി, വെള്ളറട ആ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇതെല്ലാം കേരളത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. ഈ മലകളെല്ലാം അഗസ്ത്യാർകൂടവും അതൊക്കെ കേരളത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ വരെ പോയി. ശരിക്കും പറഞ്ഞു തമിഴ്നാട്ടിലല്ല, തമിഴ്നാടിൻ്റെ ഏതോ നെറ്റ്വർക്ക് കിട്ടുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് പിന്നെ ഒരു കുന്നിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ഗൈസ്, അടിപൊളി സ്പോട്ട്, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല പച്ചപ്പ് പിടിച്ച കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. ഇപ്പം അടിപൊളിയാണ്. ഇങ്ങോട്ട് അഗസ്ത്യാർകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലകളും എല്ലാം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളി സ്പോട്ടാണെന്ന്. അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അത്തരത്തിൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ഗൈസ്. ഉണ്ണി പുറകെ വരുന്നുണ്ട്. അവനെന്തോ സാങ്കേതിക തകരാറുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അങ്ങനെ ഇടയ്ക്ക് മിസ്സിങ് ആയിരുന്നു. നിനക്ക് എന്താ പറ്റിയത്? നീ പറ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്. എന്താ ഉണ്ണി നിന്നെ കുറച്ച് സമയം കാണാനില്ല കഴിഞ്ഞത്? ഞാൻ അപ്പുറത്തെ മല കണ്ടുപിടിക്കായിരുന്നു ഗൈസ്. മല ഗൈസ് അങ്ങനെ അവൻ മല എന്തോ കാണാൻ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കുറച്ച് സമയം നമ്മളെ വീഡിയോയിൽ കാണാത്തത്. നമ്മൾ ഒരുപാട് താഴെ നമ്മൾ വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ്. എന്തോ വെറൈറ്റി കല്ല് കണ്ടുപിടിച്ചെന്നാണ് പറയണത് ഗൈസ്. ഒരു അടിപൊളി കല്ല് കിടക്കുന്നുണ്ട്. എന്തോ വെറൈറ്റി ഉണ്ട് കേട്ടാവില്ല. ഇനിയിപ്പം താഴോട്ട് ഇറങ്ങി നമ്മൾ നേരെ
നമ്മൾ നേരത്തെ വന്ന ആ ഒരു പാറയുടെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം ഭയങ്കര കാറ്റ് ഭയങ്കരമായിട്ടുണ്ട് കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ. നമ്മൾ എപ്പോൾ വന്നാൽ തന്നെയും കാറ്റ് കാണും. പിന്നെ അതുപോലെ വെയിലാണെങ്കിൽ തന്നെ കാറ്റിൻ്റെ തണുപ്പ് നല്ല രീതിക്ക് നമുക്ക് കിട്ടും. പിന്നെ മഴയും ഇതൊക്കെ ഉള്ള സമയത്താണെങ്കിലും അതുപോലെ തന്നെയാണ്. മഴ പെയ്യുന്ന സമയത്ത് പിന്നെ മഞ്ഞും കാര്യങ്ങളൊക്കെ കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ വരാറുണ്ട്. അപ്പം ഉണ്ണിക്കുട്ടൻ അങ്ങനെ നടന്ന് നമ്മളെ മുന്നേ അങ്ങനെ കയറിയിട്ടുണ്ട്. നമ്മൾ കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ ഏറ്റവും അധികം കാണുന്ന ഒരു മരം എന്ന് പറയുന്നത് ഞാൻ കണ്ടത് പേഴാണ് കേട്ടോ. ഈ കാണുന്ന പേഴ് മരം ഏറ്റവും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തണുപ്പത്ത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ വന്നാൽ. അപ്പോൾ ഉണ്ണിക്കുട്ടനും അങ്ങനെ നടന്ന് അങ്ങനെ നമ്മുടെ പഴയ സ്പോട്ടിലോട്ട് ഉണ്ണിക്കുട്ടനും ഇങ്ങനെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മളങ്ങനെ കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കാരിക്കറ്റിൽ നിന്ന് ആ ഒരു ഭാഗം നെയ്യാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി. നമ്മൾ രാവിലെ നമ്മൾ പോയ സമയത്ത് നമ്മളൊരു ഭാഗത്ത് പോയിട്ടുണ്ട്. നമ്മളൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത്, നമ്മൾ ഇൻട്രോ എടുത്ത ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കുകയാണ് ഗൈസ്. എന്തായാലും നല്ല വിശപ്പുണ്ട്. പിന്നെ എന്തായാലും വീട്ടിൽ പോയിട്ട് കഴിക്കാനൊക്കെ പറ്റുള്ളൂ. ഉണ്ണിക്കുട്ടനും ഉണ്ട് കൂടെ. അപ്പം എന്തായാലും ഗൈസ് എന്തായാലും നമുക്ക് താഴെ പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കാരിക്കറ്റ് വ്യൂ പോയിന്റിലൊക്കെ പോയിട്ട് നമ്മളിതാ തിരിച്ച് നമ്മൾ രാവിലെ പോയ ആ ഒരു ഭാഗത്ത് തന്നെ നമ്മളിപ്പോൾ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഒരു കോവിലൊക്കെ നമ്മൾ തൊഴുതിട്ട് പോയ ആ ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം അവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ കാരിക്കറ്റ് വ്യൂ പോയിൻറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് അത്യാവശ്യം ക്ലാരിറ്റിയൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു സമയത്ത് കാലാവസ്ഥയൊക്കെ കുറച്ച് പ്രശ്നമായിരുന്നു. അതുപോലെ പച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ ആ ഒരു വീഡിയോ പോയി എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ അന്ന് ഫോണിലാണ് എടുത്തത്. പക്ഷേ ഇന്ന് ഈ ഒരു വീഡിയോ നമ്മൾ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ പിന്നെ നമ്മൾ ചെയ്തത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ കാരിക്കറ്റ് വ്യൂ പോയിന്റിൽ പോയിട്ട് അവിടുത്തെ ഒരുപാട് കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഏരിയയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ 1K ആയിട്ട് നമ്മൾ പിന്നെ വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മളെ ഉണ്ണിക്കുട്ടനും ബാച്ചും നമ്മളെ ഒരു വാട്ടർഫാളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. നമ്മളെ ഒരു വാട്ടർഫാളിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഉണ്ണിക്കുട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത് ഒരു വാട്ടർഫാളിൻ്റെ വീഡിയോ ആയിരിക്കും ഗൈസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാരിക്കറ്റ് വ്യൂ പോയിന്റ് പിന്നെയും നമ്മളെടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തായാലും അടിപൊളി വീഡിയോസ് വരും. നമ്മളങ്ങനെ 1K ഒക്കെ അടിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ എന്തായാലും നമ്മളെന്തായാലും പൈസയും കാര്യങ്ങളൊക്കെ സെറ്റ് ആവുന്ന സമയത്ത് നമ്മൾ പയ്യന്മാർക്കൊക്കെ ചിലവൊക്കെ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതെന്തായാലും നിങ്ങൾ സഹായിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ സജിത്ത് വീണ്ടും വരും. നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ ഉണ്ണിക്കുട്ടൻ കാണും. അതുപോലെ ഉണ്ണിക്കുട്ടനെ പോലെ ഒരുപാട് ഉണ്ണിക്കുട്ടന്മാർ എൻ്റെ കൂട്ടത്തുണ്ട്. അപ്പോൾ അമ്മമാർ ആരെങ്കിലുമൊക്കെ നമുക്ക് വീഡിയോസ് എടുത്ത് സഹായിക്കും. അപ്പോൾ ഗൈസ് എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്, നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ ഉണ്ണിയുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും സൈനിങ് ഓഫ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ, ടാറ്റ ഗൈസ്, ലവ് യു ഓൾ.